നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ആരോഗ്യ കേരളത്തെ വിറപ്പിച്ച് 4 തരം പകർച്ചവ്യാധികൾ. ഈ വർഷം ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള 9 മാസത്തിനിടെ മരണമടഞ്ഞത് 500-ലേറെ പേർ. എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, H1N1 പകർച്ചവ്യാധികളാണ് വലിയ തോതിൽ പടർന്നു പിടിക്കുന്നത്. എലിപ്പനി ബാധ മൂലം മാത്രം മരണമടഞ്ഞത് 273 പേർ. വരും മാസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കുന്നതിനാൽ ഇൻഫ്ലുവൻസ വർദ്ധിക്കാനിടയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണം വരുന്നു. ADGPയുടെ റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ശുപാർശ പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നീക്കം. മന്ത്രിസഭാ യോഗത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ. വിവാദം കത്തിപ്പടരുന്നതിനിടെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. RSS ബന്ധമുള്ള വരാഹി ഏജൻസിയുടെ കോർഡിനേറ്റർ അഭിജിത്ത് നായരാണ് സുരേഷ് ഗോപിയെ പൂരപ്പറമ്പിലെത്തിച്ചത്. പൂരത്തെ രാഷ്ട്രീയ വിജയത്തിന് ആരെങ്കിലും കൈവാക്കിയിട്ടുണ്ടോ എന്നത് ജനങ്ങൾ അറിയേണ്ട കാര്യമെന്ന് VS സുനിൽകുമാർ. ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് രമേശ് ചെന്നിത്തല. വഴക്കുംപാറയിൽ കാർ തടഞ്ഞു നിർത്തി 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. തൃശൂർ കിഴക്കേക്കോട്ട നടക്കിലാൻ അരുൺ സണ്ണിയും സുഹൃത്തുമാണ് ആക്രമിക്കപ്പെട്ടത്. കോയമ്പത്തൂരിൽ നിന്നും സ്വർണം കൊണ്ടുവരുന്നതിനിടെയായിരുന്നു ആക്രമണവും കവർച്ചയും. സമഗ്ര അന്വേഷണവുമായി ഒല്ലൂർ പോലീസ്. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികം. സ്വച്ഛ് ഭാരത് മിഷന്റെ കീഴിൽ ശുചിത്വവും ശുചീകരണവും സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ ഏറ്റെടുത്ത് അത്താണി സീമറ്റ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന്റെ ദുരന്ത ഫലത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ബോധവൽക്കരണ റാലി. കണ്ണികളായി ജീവനക്കാരും വിദ്യാർത്ഥികളും. പ്രളയം തകർത്ത വിരിപ്പ് കൃഷിക്കാലത്തിന്റെ വേദനകൾ മറന്ന് അതിജീവന പോരാട്ടവുമായി വടക്കാഞ്ചേരി മേഖലയിലെ കർഷക സമൂഹം മുണ്ടകൻ കൃഷിയുടെ നിറവിലേക്ക്. ട്രാക്ടർ ഉഴുതുമറിച്ച 80 കർഷക കൂട്ടായ്മയുടെ 120 ഏക്കർ കൃഷിയിടത്തിൽ ഞാറുനടിയിൽ ആരംഭിച്ചു. ഇത്തവണ കൃഷി പൂർണ്ണമായും യന്ത്രസഹായത്താൽ. കർഷക സമൂഹത്തിന് പ്രളയത്തിൽ നഷ്ടം 24 ലക്ഷം രൂപ. പായ, ട്രേ, നാറ്റടികൾ പാടശേഖരങ്ങളെ ഹരിതാപമണിയിക്കും. ഭൂമിയുടെ ആഴം കണ്ടത് ഉമാ നെൽവിത്ത്. മാളക്കാരൂരിൽ ഡ്രെയിനേജ് വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 തൊഴിലാളികൾ പ്രാണവായു കിട്ടാതെ മരണമടഞ്ഞു. കാരൂർ റോയൽ ബേക്കറിയിലാണ് അപകടവും ദുരന്തവും. 52-കാരൻ സുനിൽകുമാർ, വരദനാട് സ്വദേശി 45-കാരൻ ജിതേഷ് എന്നിവരാണ് മരണമടഞ്ഞത്. മാൻഹോൾ മാത്രമുള്ള ടാങ്കിനുള്ളിൽ ഓക്സിജൻ ഇല്ലാതിരുന്നത് ദുരന്ത കാരണം. വരവൂരിൽ കുടുംബശ്രീ ഭൂമിക്കടിയിൽ നിന്ന് ഗോൾഡ് കുഴിച്ചെടുക്കുന്നു. ഉത്സവാവേശ നിറവിൽ 63 ഏക്കർ കൂർക്കപ്പാടങ്ങളിൽ വിളവെടുപ്പ്. വിരിപ്പ് കൃഷിക്ക് പകരമായാണ് വരവൂർ ഗോൾഡ് എന്ന പേരിൽ സുപ്രസിദ്ധമായ കൂർക്ക കൃഷി ചെയ്തത്. വളയിട്ട കൈകളുടെ അധ്വാനത്തിന് 100 മേനി വിളവ്. വിദേശത്തും വൻ ഡിമാൻഡ് രുചിയുടെ രാജാവിന്. യുവാവിനെ കൊന്ന് ആംബുലൻസിൽ തള്ളിയ സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് കോയമ്പത്തൂർ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. കണ്ണൂർ കയ്പമംഗലം സ്വദേശികളാണ് പിടിയിലായത്. 3 പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്ക്. മുഖ്യപ്രതി സാദിഖിന് വേണ്ടി അന്വേഷണം ഊർജിതം. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ NSS ദിനാചരണത്തിൽ തീർത്തത് മഹനീയ മാതൃക. കരുതും കരങ്ങൾ എന്ന സന്ദേശവുമായി വയോജനങ്ങളെ ചേർത്ത് പിടിച്ച പരിപാടി. രാമവർമ്മപുരത്ത് വൃദ്ധസദനത്തിൽ അന്തേവാസികളോടൊപ്പം ദിനാചരണം.
കലാപരിപാടികളും മധുര പലഹാര വിതരണവും നടന്നു. പറപ്പൂർ പള്ളിക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വയോധികന് പരിക്ക്. സ്കൂട്ടർ യാത്രികനായ എരനല്ലൂർ സ്വദേശി 66-കാരൻ സൈമനാണ് പരിക്കേറ്റത്. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. വേലൂപ്പാളം സ്വദേശി 51-കാരൻ സക്കീറിനാണ് പരിക്ക്.